വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ അനുവദിച്ച വയബിലിറ്റി ഗ്യാപ് ഫണ്ട് കരാറിൽ ഒപ്പുവെച്ച സംസ്ഥാനം. കരാറിലൂടെ 817.80 കോടി രൂപ വിഴിഞ്ഞത്തിന് ലഭിക്കും. 2 കരാറുകളിലെ ഒപ്പിടൽ നടപടികൾ ഇന്ന് നടന്നു. ഇതോടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ടത്തിലെ നടപടികൾ പൂർത്തിയായി. വിഴിഞ്ഞം തുറമുഖം വേഗത്തിൽ സാധ്യമാക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്രത്തിൽ നിന്നുള്ള വയബിലിറ്റി ഗ്യാപ് ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള കരാറിൽ സംസ്ഥാനം ഒപ്പുവെച്ചു. കേന്ദ്രവും പണം സ്വീകരിക്കുന്ന അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും ബാങ്ക് കൺസോർഷ്യവുമായുള്ള ത്രികക്ഷി കരാറിലാണ് ആദ്യം ഒപ്പുവെച്ചത്. പിന്നാലെ തുറമുഖത്തു നിന്നുള്ള വരുമാനത്തിന്റെ 20% കേന്ദ്രവുമായി പങ്കിടാമെന്ന രണ്ടാമത്തെ കരാറിൽ തുറമുഖ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഒപ്പിട്ടു. VGF തുക വായ്പയായി അനുവദിച്ച കേന്ദ്ര നിലപാടിനെ ഇന്നും സംസ്ഥാനം വിമർശിച്ചു. സാധാരണഗതിയിൽ ഇത്തരം പദ്ധതികൾക്ക് ഗ്രാന്റായാണ് VGF നൽകാറുള്ളതെന്നും കേന്ദ്രത്തോട് കേരളം ഇക്കാര്യം ആവശ്യപ്പെട്ടെങ്കിലും ഇനിയും കാത്തുനിന്ന് സമയം കളയാനില്ലാത്തതുകൊണ്ടാണ് കരാർ ഒപ്പിടുന്നതെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ തീയതി അനുസരിച്ച് തുറമുഖം വൈകാതെ കമ്മീഷൻ ചെയ്യുമെന്നും തുറമുഖ മന്ത്രി പരിഹസിച്ചു. ബഹുമാന്യനായ പ്രധാനമന്ത്രി നമുക്ക് ഡേറ്റ് തരുന്നതനുസരിച്ച് കമ്മീഷൻ ചെയ്യുക എന്ന ലക്ഷ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും അടുത്ത നാളിൽ ഡേറ്റ് തരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പൊതുവിൽ രാജ്യത്ത് ഇത്തരം പ്രോജക്റ്റുകൾക്ക് യൂണിയൻ ഗവൺമെൻറ് നൽകാറുള്ള VGF ഗ്രാൻഡായിട്ടാണ് ഇതുവരെ പൊതുവിൽ നാം മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിനു മുമ്പ് കൊടുത്തിട്ടുള്ള തൂത്തുക്കുടി അടക്കമുള്ള തുറമുഖങ്ങളുടെ പ്രോജക്റ്റുകൾക്കും അത്തരമൊരു സമീപനമായിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നമ്മളെ അറിയിച്ചത് അത് ഗ്രാൻഡല്ല, ലോണായി മാത്രമേ തരാൻ കഴിയൂ എന്ന കാര്യം. അത്തരമൊരു സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചു ഇനി കാലതാമസം വരുത്താതെ ഈ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ട് അതോടൊപ്പം തന്നെ ഷെയർ ലിങ്കിങ്ങിലേക്കും വന്ന് നമ്മൾ ഈ പ്രോജക്റ്റ് എത്രയും വേഗം സാധ്യമാക്കുക എന്ന ആത്യന്തിക ലക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് സംസ്ഥാന ക്യാബിനറ്റ് കഴിഞ്ഞ മാസത്തിൽ തീരുമാനമെടുത്തു ഈ VGFൽ ഒപ്പിട്ട് അടിയന്തരമായി നമ്മൾ ഈ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ട് VGF വാങ്ങാൻ. ആദ്യ നിർമ്മാണ കരാർ പ്രകാരം തുറമുഖ നിർമ്മാണം 2019 പൂർത്തീകരിച്ച ശേഷം 2034 മുതൽ വരുമാനം നൽകി തുടങ്ങാമെന്നായിരുന്നു തീരുമാനം. എന്നാൽ നിർമ്മാണം വൈകിയതോടെ തർക്കം ഉടലെടുക്കുകയും ചെയ്തു. നിലവിൽ 4 ഘട്ടങ്ങളുടെയും നിർമ്മാണം 2028 പൂർത്തിയാകുന്നതോടെ വരുമാനത്തിൻ്റെ ഒരു വിഹിതം ഇനി സംസ്ഥാനത്തിന് ലഭിച്ചു തുടങ്ങും. 2034 മുതൽ കരാർ പ്രകാരം കേരളത്തിന് ലാഭവിഹിതം കിട്ടിത്തുടങ്ങുമ്പോൾ കേന്ദ്ര സർക്കാരിന് വിഹിതത്തിൻ്റെ 20% നൽകുകയും വേണം. ഒരു മാസത്തിനുള്ളിൽ 50-ലധികം ചരക്ക് കപ്പലുകൾ തീരത്തെത്തിയതിൻ്റെ റെക്കോർഡ് നേട്ടത്തിൽ വിഴിഞ്ഞം തുറമുഖം തിളങ്ങി നിൽക്കുകയാണ്. 1.08 ലക്ഷം കണ്ടെയ്നറുകളാണ് ഈ കാലയളവിൽ കൈകാര്യം ചെയ്തത്. 2024 ജൂലൈ മുതൽ 240 കപ്പലുകളിലായി 4.88 ലക്ഷം കണ്ടെയ്നറുകളാണ് തീരത്തിറങ്ങിയത്. വൈകാതെ തുറമുഖത്തിൻ്റെ 2ഉം 3ഉം നിർമ്മാണ ഘട്ടം പൂർത്തിയാകുന്നതോടെ കൂടുതൽ കപ്പലുകൾ എത്തും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.